നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ടുള്ള യൂട്യൂബർമാരുടെ ഒരു നീണ്ട ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും സഞ്ജു ടെക്കി എന്ന് പറയുന്ന നിങ്ങളെ മുദ്ര കുത്തിയിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള ആ ഒരു യൂട്യൂബർ. ഓക്കെ, അപ്പം സഞ്ജു ടെക്കിയുടെ ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പം അന്ന് ആ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കിന് എൻ്റെ നിലപാട് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ എൻ്റെ വീഡിയോസിനകത്തൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അന്ന് മറ്റേ ആ ഒരു കാറിനകത്ത് ഈ പറയുന്ന സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തു. ശേഷം പോലീസ് MVD കാര്യങ്ങളൊക്കെ പൊക്കി സഞ്ജു ടെക്കി ചെയ്തിട്ടുള്ളത് തെറ്റ് തന്നെയാണ്. പക്ഷെ പിന്നീട് സഞ്ജു ടെക്കിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് മൊത്തം നമ്മുടെ നാട്ടിൽ നീതി നിഷേധിക്കപ്പെടുന്ന പോലുള്ള കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മീഡിയസ് ആയിരുന്നു 24/7 സെൻസേഷൻ ആക്കിക്കൊണ്ട് നമ്മുടെ സഞ്ജു ടെക്കിയുടെ ഈ ഒരു ഇഷ്യൂ ആണെങ്കിൽ അവർ നല്ല രീതിയിൽ TRP ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവര് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കുന്നതിന് മുന്നേ തന്നെ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഫേക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അന്ന് അതിനെതിരെ റിയാക്ട് ചെയ്തതിന്റെ പേരിൽ പിന്നെ മീഡിയാസ് വിടാതെ പിന്തുടർന്ന് സഞ്ജു ടെക്കിയെ നല്ല രീതിയിൽ അലക്കി നല്ല സൂപ്പറായിട്ട് അയാൾ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലത്തെ പരിപാടി നമ്മുടെ നാട്ടിലെ മീഡിയാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സഞ്ജു ടെക്കി ചെയ്തിട്ടുള്ളത് ഒരു തെറ്റ് തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൊട്ടിപ്പുറത്ത് ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിട്ടും അവർക്കെതിരെ ഇത്തരം ഈ എന്താ പറയുക സഡൻ ആക്ഷനോ കാര്യങ്ങളൊന്നും എടുക്കാതെ ഈ ഒരു കേസിൽ മാത്രം ശുഷ്കാന്തി കാണിക്കുന്ന നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നൊരു കളക്ടർ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നൊരു കളക്ടർ ആണെങ്കിൽ ഒരാളെ നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കാറിടിച്ച് കൊലപ്പെടുത്തി, മദ്യപിച്ച് കാറിടിച്ച് കൊലപ്പെടുത്തി. അയാൾക്കെതിരെ ഈ പറയുന്ന പോലെ ഇത്തരം രൂക്ഷമായിട്ടുള്ള നടപടി കാര്യങ്ങളൊന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സഞ്ജു ടെക്കിക്കെതിരെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റീസെന്റ് ഇത്രയും നാളുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ സഞ്ജു ടെക്കി കഥ അടച്ചത് അപ്പം സഞ്ജു ടെക്കി ആണെങ്കിൽ റീസെന്റ് ഇപ്പം കുറെ നാളുകൾക്ക് ശേഷമാണെങ്കിൽ ബാക്ക് ടു ആക്ഷൻ എന്ന് പറയുന്ന പോലെ തന്റെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളി കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പം അതിലൊരു വീഡിയോ ട്രെൻഡിങ് നമ്പർ 1. അപ്പൊ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അത് സുബിയെ നമ്മുടെ റൂമിലാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ആണ്ട് സുബിതാണ്ട് ഇവിടെ എന്തോ ഇട്ടുകാൻ വന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ സുബിയെ, വിഷയമാണ് ഇതാണ്. അപ്പം അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാം. എന്നിട്ട് കുറച്ച് ഞാൻ മുമ്പ് ചെയ്യുന്ന പോലെ ഫുള്ള് സീരിയസ് ആയിട്ടുള്ള രീതിയിലൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കണേ. കുറച്ച് ഫൺ ആൻഡ് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. എന്തായാലും ഞാൻ അതിനകത്ത് കുറച്ച് വിഷ്വൽസ് ഇങ്ങോട്ട് വെക്കാവേ. പുറത്തോട്ട് വരാം. ഞാൻ ഇവിടെ ഉണ്ട്. അങ്ങോട്ടല്ലോ ഗേറ്റിന് അങ്ങോട്ടോ പറ്റിക്കൊന്നുമില്ല. കാര്യമായിട്ട് പറയാം. ഇനിയിപ്പോ എന്തോ അത് ശരിക്കും കേട്ടോ, ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടൊക്കെ വന്നത്. സത്യം കേട്ടോ, എങ്കിലും വിറക്കണറിയോ, ഇങ്ങനൊന്നും ആരും ചെയ്തിട്ടില്ല. അതെ, ഇങ്ങനൊന്നും ആരും ചെയ്തിട്ടില്ല. അതാണ് ഇപ്പം ട്രെൻഡിങ് നമ്പറിൽ എത്ര ഞാൻ ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്കിന് 4 5 എന്തോ ഇറക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഒറ്റ ആ ഒരു എലമെന്റ് കൊണ്ടാണ് ആ വീഡിയോ നല്ല രീതിയിൽ കയറിയിട്ടുള്ളത്. കാര്യം ഒരുപാട് നാളുകൾക്ക് ശേഷം സഞ്ജു ടെക്കി ചെയ്ത് അത്യാവശ്യം എന്താ പറയാ ഓഡിയൻസിനെ പുള്ള് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടന്റ് തന്നെയായിരുന്നു. അപ്പം ആ ഒരു കണ്ടന്റ് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് വെക്കാവേ. അപ്പൊ നമ്മൾ ഇന്നൊരു ക്രൈസി ചലഞ്ച് ചെയ്യാൻ പോകണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നടക്കാൻ പോവാണ്. അല്ല, നടക്കാൻ പോകുന്നതൊക്കെ അത്ര വലിയ കണ്ടന്റ് ആണോ? എന്താന്നുള്ളത് നമുക്ക് ബാക്കി കൂടെ കാണാം. നിങ്ങൾ നടന്നെന്ന് പറഞ്ഞ അതാണ് വല്ല കാര്യം. അതെ, നടക്കുന്നത് അത്ര വലിയ കാര്യമാണോ? നമ്മളെല്ലാരും എല്ലാ ദിവസവും നടക്കാറുണ്ട്. പക്ഷെ ഇത് എന്താണ് എന്തോ സ്പെഷ്യാലിറ്റി സഞ്ജു ടെക്കി ഒരു വേടിക്കാതിട്ടുണ്ട് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ആക്ച്വലി ഗൈസ്, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ കോട്ടയത്തോട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് കോട്ടയം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വീട്ടിൽ നിന്ന് കോട്ടയം വരെ നടക്കുന്നത്? കാർ എന്തായാലും ഓടിക്കാനെ കൊണ്ട് ലൈസൻസ് ഇല്ല. അപ്പം ബൈക്ക് ഓടിക്കാനും കാര്യങ്ങളൊന്നും പരിപാടി നടക്കൂല. അപ്പം ബസ്സിന് വേണമെങ്കിൽ യാത്ര ചെയ്യാം. പക്ഷെ ബസ്സിൽ യാത്ര ചെയ്യാതെ നടന്ന് കോട്ടയം വരെ പോകുന്നുണ്ടെങ്കിൽ കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ആൻഡ് ഈ ഒരു വീഡിയോക്കകത്ത് ഒരു എന്താ പറയാ നിയമത്തിനോടുള്ള ഒരു പ്രതിഷേധമാണോ ഈ നടന്നുള്ള ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ്? കോട്ടയം വരെ നടന്നു പോകണം എന്തിനാന്ന് വെച്ചാല് ആക്ച്വലി എന്റെ ഗേൾഫ്രണ്ടോട് ഞാൻ വഴക്കിട്ട് അപ്പൊ അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് നടന്നു പോയിച്ച് അപ്പോളജീസ് പറയാൻ പോണ്. ഗേൾഫ്രണ്ടുമായിട്ട് നമ്മുടെ നന്നൂസുമായിട്ടാണെങ്കിൽ വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് നടന്ന് അവിടെ വരെ പോകുന്നത്. ഗേൾഫ്രണ്ടിനെ ഇംപ്രസ് ചെയ്യണം. പക്ഷെ എന്തിനാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടായിട്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ? നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും, എടാ എന്തുകൊണ്ടാണ് ഇവൻ അവളുമായിട്ട് വഴക്കിട്ടിരിക്കണേ, എന്താണ് ഇത്ര മേജർ ആയിട്ടുള്ള ഇഷ്യൂ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇഷ്യൂ, എന്തിനാണ് അപ്പോളജി പറയാൻ വേണ്ടിട്ട് അവിടെ വരെ പോയിട്ടുള്ളത്. പറയൂ സഞ്ജു ടെക്കി, പറയൂ. സംഭവം ഒന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാനും അവളും കൂടെ കഴിഞ്ഞ ദിവസം ഓണപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ആര്യാസിൽ ചായ കുടിക്കാൻ പോയി. അപ്പൊ അവിടെ നിന്ന് ചുമ്മാ ഓരോന്നിങ്ങനെ നമ്മൾ ചുമ്മാ ചെറിയ കാര്യത്തിലൊക്കെ നോർമലി കപ്പിൾസിന്റെ കാണത്തില്ല. അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ആങ്കർ ഇഷ്യൂസ് ഒക്കെ ഈടായിട്ട് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വ്ലോഗില്. ഏതാണ്ട് പറഞ്ഞോണ്ടിരുന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെടാനായിട്ട് ഞാൻ കൈ എടുത്ത് വെച്ചാൽ ടേബിളിട്ട് എന്ത്
ഇങ്ങനെ അടിച്ച്. അപ്പൊ അവിടെയുള്ള ആൾക്കാർ മൊത്തം ഇങ്ങനെ നോക്കി. അപ്പൊ അവൾക്ക് അത് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി. എടാ ആൾക്കാരുടെ വഴക്ക് വേണമെങ്കിൽ നമ്മൾ പേഴ്സണലി ഇങ്ങനെ പബ്ലിക്കിൽ അങ്ങനെ പറയലോ എന്നിങ്ങനെ പറഞ്ഞു. അല്ല കാണിക്കരുത് തോന്നി. ഇത് എനിക്ക് ദേഷ്യം ഞാനിങ്ങനെ അടിച്ചാണ്, അല്ലാണ്ട് ഇങ്ങനെ കൈകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിർത്ത്, അല്ലെങ്കിൽ അതിങ്ങനെ കൈകൊണ്ട് തട്ടത്തില്ല കൈസ്. അങ്ങനെ ചെയ്താണ്. പക്ഷെ ആൾക്കാർ മൊത്തം അവളെ ഇങ്ങനെ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ഫീൽ അടിച്ച് അങ്ങനെ ഭയങ്കര ഒരു സാധനം അടിച്ചു അവൾക്ക്. അത് പലർക്കും പലതാണ്. ചിലവർക്ക് അങ്ങനെ പബ്ലിക്കലി ഇൻസൾട്ടിങ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം അതാണ് ഇവർ തമ്മിലുണ്ടായിട്ടുള്ള ഒരു പിണക്കം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ആങ്കർ ഇഷ്യൂസ് ഒക്കെ ഒന്ന് കുറയ്ക്കണം കേട്ടോ സഞ്ജു ബ്രോ. ആങ്കർ ഇഷ്യൂസ് ഒക്കെ കുറച്ചില്ലെങ്കിൽ വിഷയമാണ് നമ്മുടെ ലൈഫിലൊക്കെ എന്തോരം പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവും അറിയാം. പക്ഷെ ഭയങ്കര ഓപ്പൺ ആയിട്ട് വന്ന് സഞ്ജു ടെക്കി സംസാരിക്കുന്നുണ്ട്. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സഞ്ജു ടെക്കി ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വന്നിട്ട് പബ്ലിക് ആക്കാറുണ്ട്. ഇവിടെ ആൾക്കാർ പബ്ലിക് ആക്കുമ്പോഴത്തേക്കിന് ഇതിനകത്ത് കുറേ കയറി ചുറിയാനും കാര്യങ്ങളൊക്കെ ആൾക്കാർ വരും. നമുക്ക് അവരെ തടയാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലോട്ടൊക്കെ നമുക്ക് വരാം. ബാക്കി നമുക്ക് കേൾക്കാം. അതിന് അവിടെ നന്നൂസിന്റെ അടുത്ത് എത്തിയതിന് ശേഷമുള്ള, അതായത് ആലപ്പുഴയിൽ നിന്നാണെങ്കിൽ നന്നൂസിന്റെ വീട് വരെയാണെങ്കിൽ 10-20 സംതിങ് എന്തോ കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നു. അത്രയും നടന്നാണ് സഞ്ജു ടെക്കി അവിടെ വരെ പോയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു നേരിട്ട് അവിടെ ചെന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറ്റിക്കൊന്നുമില്ല, കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് 2 മണി കണ്ട് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഈ വ്ളോഗ് നാളെ വരും, അപ്പൊ നിനക്ക് കംപ്ലീറ്റ് ആണെന്ന് മനസ്സിലാവും. നിന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് നടന്നു വന്നിരിക്കുക. എനിക്ക് ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. നീ എത്ര അകലെയാണെങ്കിലും എനിക്കിതേ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വരും. അത്രാണ് അത് പൊളി. അതെനിക്ക് അങ്ങ് ഇഷ്ടായി, അങ്ങ് ബോധിച്ചു. കാരണം പ്രണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര വലിയ റിസ്ക് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനെ കൊണ്ട് പോകുന്നതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊരു കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള സാധനമാണെങ്കിൽ കൂടി സംഭവം അടിപൊളിയാണ്. കാര്യം പ്രണയിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ പ്രണയത്തെ പറ്റിയിട്ടൊക്കെ ഈ പ്രണയം എന്നൊരു വേർഡ് പറയുമ്പോൾ തന്നെ പല ആൾക്കാരും ആണെങ്കിൽ ക്രിഞ്ച്, കുറച്ച് സാഹിത്യം എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലടി. പ്രണയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രണയം. അതിനു വേണ്ടി നമ്മൾ കുറച്ച് എഫേർട്ട് കാര്യങ്ങളൊക്കെ എടുക്കണം. നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇംപ്രസ് ചെയ്യാനും, അല്ലെങ്കിൽ സ്നേഹിക്കുന്നതിന് മുമ്പ് നമ്മൾ പുറകെ നടക്കുന്ന സമയത്ത് നമ്മൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കുറേ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് പുറകെ നടന്ന് വളച്ചൊടിച്ച് സെറ്റ് ആയതിനു ശേഷം ഈ പറയുന്ന പോലെ എഫേർട്ട് കാര്യങ്ങളെടുത്ത് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ പിന്നീട് കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി സഞ്ജു ടെക്കി ചെയ്തിട്ടുള്ള ഈ ഒരു പരിപാടി സംഭവം നൈസാണ്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നന്നൂസ് അതിനുശേഷം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സത്യം പറയാം, എനിക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല. ഇതുവരെയ്ക്ക് ആരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരു വർഷത്തേക്ക് എന്റെ അടുത്ത് എന്ത് ചെയ്യാന്നൊന്നും പറയാം, അതൊക്കെ എനിക്കറിയാം. പക്ഷെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, നന്നൂസിന്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വളരെ നന്നായിട്ടുണ്ട്. കാര്യം 10-20 സംതിങ്ങോളം കിലോമീറ്ററോളം 29 കിലോമീറ്ററോളം അങ്ങാണ്ട് നടന്നു പോയിട്ട് നിന്ന് അപ്പം സ്വാഭാവികമായിട്ട് ഇമ്പ്രസ്ഡ് ആവുമല്ലോ. ഇമ്പ്രസ്ഡ് ആയേ പറ്റുള്ളൂ. കാര്യം നമ്മളൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് പ്രേമിക്കുന്ന പെണ്ണിന് വേണ്ടി ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി എന്തോരം പരിപാടി ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്പ്രസ് ആവണോടെ. ഓക്കെ, പല ആൾക്കാരും കമന്റ് ബോക്സിൽ പറയുന്നതായിട്ട് കേട്ടു, സഞ്ജു ബ്രോ നിങ്ങൾക്കാണെങ്കിൽ ഇത്ര കിലോമീറ്റർ അല്ലേ ഉള്ളൂ. എനിക്ക് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് എത്ര 2300 സംതിങ്ങോളം കിലോമീറ്റർ ഉണ്ട്. ദിസ് ഈസ് നോട്ട് പോസിബിൾ ബ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാരുണ്ട്. പിന്നെ സിംഗിൾസ് ആയിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വിഷമം പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവരെ എല്ലാം ഭയങ്കര അസൂയപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സഞ്ജു ടെക്കി ഇവിടെ ചെയ്തേക്കുന്നത്. പക്ഷെ ഇതൊന്നുമല്ല ട്വിസ്റ്റ്. ഇതിന് അവസാനമാണെങ്കിൽ അന്നൂസ് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ സത്തു, എന്തിനെത്ര കഷ്ടപ്പെട്ട് ഓടി കുടുംബക്കാലം നടന്ന് എവിടെ വരക്കെ വരണേ? ആ വഴക്കങ്ങ് തീർത്താൻ പോലായിരുന്ന. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കിലോമീറ്റേഴ്സ് ദൂരയാത്ര ചെയ്ത് സഞ്ജു ടെക്കി വന്നപ്പോഴത്തേക്കിന് അല്ല വല്ല കാര്യം ഉണ്ടായിരുന്നു, നിനക്ക് അവിടെ കാണാൻ ഇരുന്നാ പോരായിരുന്നൂടാ എന്റെ കൊച്ചു ചേർക്ക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് സംഭവം അവര് ഫണ്ണായിട്ട് ഉള്ള രീതിയിലേക്ക് അവതരിപ്പിച്ചാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നമൊന്നുമല്ലേ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് സഞ്ജു ടെക്കി എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയാണെങ്കിലും നമ്മുടെ മീഡിയാസ് ആണെങ്കിലും സഞ്ജു ടെക്കിനോട് ചെയ്തിട്ടുള്ള ഒരുപാട് എന്താ പറയാ ഒരു ക്രൂരത എന്ന് പറയേണ്ടതായിട്ട് വരും. കാര്യം എന്ന് വെച്ചാൽ തൊട്ടിപ്പുറത്ത് വലിയ ചില തെറ്റുകൾ ചെയ്ത കുറെ ആളുകൾക്കെതിരെയാണെങ്കിൽ ഇത്രയും വലിയ രൂക്ഷമായിട്ടുള്ള നടപടി കാര്യങ്ങളൊന്നും സ്വീകരിക്കാതെ സഞ്ജു ടെക്കിക്കെതിരെ ചെയ്തത് തെറ്റ് തന്നെയാണ്, തെറ്റല്ലെന്നല്ല ഞാൻ പറയുന്നത്, തെറ്റ് തന്നെയാണ്. പക്ഷേ സഞ്ജു ടെക്കിക്കെതിരെയാണെങ്കിൽ ഇത്രയും രൂക്ഷമായിട്ട് സഡൻ ആയിട്ട് ആക്ഷൻ എടുക്കുകയും മീഡിയാസ് അതിനെ പൊലിപ്പിച്ച് ഇത്രയും കാണിക്കുകയും ചെയ്തു കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ആൻഡ് ഇതിനകത്തുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ഉണ്ട്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അഹങ്കാരിയായിട്ടുള്ള ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജു ടെക്കിനെ മുദ്ര കുത്തി വെച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് സഞ്ജു ടെക്കി ഇനി എന്തൊക്കെ ചെയ്താലും അവർക്ക് മെനയാവൂരുടെ അങ്ങനെ കമന്റ് ബോക്സിൽ കിടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഇവന് പ്രാന്താണ്, പ്രാന്താണ് ഓഫ് കോഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പ്രാന്താണ്, ഒരു വാവ് ഫാക്ടർ ഈ ഒരു കണ്ടന്റിനകത്ത് നിങ്ങൾക്ക് തോന്നിയില്ലേ?
അതായത് ഒരു ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് സോറി പറയാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം നടന്ന് യാത്ര ചെയ്യുക എന്നുള്ളൊരു സാധനം ചെയ്തിട്ടില്ലേ, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് തന്നെ അവിടെ. ആ ഒരു ഭ്രാന്ത് കണ്ടന്റ് ആക്കി ചെയ്തതിന്റെ പേരിലല്ല ഇത്ര ആൾക്കാർ കണ്ടത്. ട്രെൻഡിങ് നമ്പർ സാധനത്തിലൊക്കെ കയറി വരണമെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് നാളുകൾക്ക് ശേഷം വാട്ട് ഈ സഞ്ജു ടെക്കി എന്ന് പറയുന്ന ആ ഒരു പാസ്റ്റ് ഉണ്ടല്ലോ, അത് വീണ്ടും കുറെ ആളുകൾക്കൊക്കെ തിരിച്ചു കിട്ടി. കാര്യം ഇതായിരുന്നു സഞ്ജു ടെക്കി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട്. നമുക്കൊരു വാവ് ഫാക്ടർ ഉണ്ടാക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ഇപ്പോൾ ഈ സഞ്ജു ടെക്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ മിസ്റ്റർ ബേസ് വേൾഡിലെ നമ്പർ 1 യൂട്യൂബറാണ്. അയാളെ ചെയ്യുന്ന കുറെ ഭ്രാന്തമായിട്ടുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. അതിനൊക്കെ നിങ്ങൾ എന്ത് പറയൂടെ, പക്ഷെ അതിനൊക്കെ കോടികൾ വ്യൂസ് ആണ്. നമ്മുടെ വേൾഡ് തന്നെ നമ്പർ 1 യൂട്യൂബർ ആണ്. ഓക്കെ, പിന്നെ കുറച്ച് തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ ജീവൻ കൂടി എന്തോ കളഞ്ഞല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ഇനി ആ ഒരു ഡന്നൂസിന്റെ ജീവിതം കൂടി നശിപ്പിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അഹങ്കാരം കുറഞ്ഞില്ലല്ലേ, ഇതും പൊളിയും. എന്താണ് ഇതിനൊക്കെ പറയാ? അഹങ്കാരം മീൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പറയുന്ന പോലെ സഞ്ജു ടെക്കിക്കാണെങ്കിൽ മുമ്പൊരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി. അതിനുശേഷം ഇവർ രണ്ടുപേരും അവരുടേതായിട്ടുള്ള രീതിയിലായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നമ്മുടെ ഒരു പ്രൈവറ്റ് ലൈഫ് കൂടെ ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പബ്ലിക് ആക്കുമ്പോഴത്തേക്കിന് ആൾക്കാർ അതിനിടയിൽ നല്ല രീതിയിൽ ചൊറിയാൻ വരുടെ. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഇവരെ ഈ ഒരു കാര്യത്തെപ്പറ്റി വിശകലനം ചെയ്തിട്ട് കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ടാണെങ്കിലും ഞാൻ സംസാരിക്കുന്നത്. അതേപോലെ കുറച്ച് ആൾക്കാർ കമന്റ് ഇട്ടുകൊണ്ടും ഇതുപോലെയൊക്കെ വരും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലാണ് ഇതുപോലെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം രീതിയിലുള്ള കമന്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വരുവോടെ. കാര്യം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിപ്പോൾ നിങ്ങൾക്കൊരു ലൈഫ് പാർട്ണർ ഉണ്ടായിരിക്കാം, അപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇതേപോലെയുള്ള ലൈഫ് പാർട്ണർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോഴും നിങ്ങൾ അഹങ്കാരത്തിന് കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതും പൊളിയും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവർ കല്യാണം കഴിഞ്ഞാലും അതിന് മുമ്പാണെങ്കിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആ ഒരു സർക്കിളിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയും. എനിക്ക് എത്രമാത്രം വൈകില്ല. കാര്യം കമന്റ് ബോക്സ് ഫ്രീ ആയിട്ട് കിടക്കാണ്. നമ്മുടെ ഫേസ് ആരാ എന്താണെന്നൊന്നും അറിയുന്നില്ല. ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക ഫേസ് കാര്യങ്ങളൊന്നും റിവീൽ ആവുന്നില്ല, ആരാ എന്താണെന്നും മനസ്സിലാവുന്നില്ല. എന്തും വന്നിട്ട് അങ്ങ് പടച്ചുവിടാവല്ലേ. അതായത് പെണ്ണിന് വേണ്ടി ലൈഫ് മാറ്റി വെക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിന്റെ ഫെയിലിയർ. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ലൈഫ് മാറ്റി വെച്ച മുമ്പ് ഒരു ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് വ്ലോഗായിട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ഫെയിലിയർ ആയിരുന്നു, ലവ് ഫെയിലിയർ ആയിരുന്നു, അത് സക്സസ് ആയില്ല. ശരിയാണ്. ബട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാലവും അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളും അതേപോലെയാണ്, അല്ലെങ്കിൽ എല്ലാ ആൺകുട്ടികളും അതേപോലെയാണ്, അല്ലെങ്കിൽ എല്ലാ റിലേഷൻഷിപ്പ് ഇതേപോലെയാണ്, തോൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സത്യം പറഞ്ഞ ഒരു തെറ്റിദ്ധാരണയാണേ. കാര്യം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പ്രേമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ബ്രേക്കപ്പ് ആവാം. ഓക്കെ, ആ ഒരു ബ്രേക്കപ്പ് ആവുന്നത് നാളെ അത് ബ്രേക്കപ്പ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. പക്ഷെ പ്രേമിക്കുന്ന ടൈമിൽ നമ്മൾ നാളെ അഥവാ ബ്രേക്കപ്പ് ആയാലും എന്ന് പറഞ്ഞുകൊണ്ട് ലിമിറ്റേഷൻസ് വെക്കേണ്ട കാര്യം എന്താണ്? ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലൈഫിന്റെ ഫെയിലിയർ ആണ്, ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നത് ഫെയിലിയർ ആണ് എന്നുള്ളതൊന്നും പറയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് വളരെ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചില്ലേ, അത് ട്രെൻഡിങ്ങിലോട്ട് വന്നില്ലേ, നിങ്ങളെല്ലാവരും കമന്റ് ഇടാനെ കൊണ്ട് വന്നില്ലേ, അതിനകത്തുനിന്ന് റവന്യൂ സഞ്ജു ടെക്കിക്ക് കിട്ടിയില്ലേ, അത് സഞ്ജു ടെക്കിയുടെ വിജയമാണേ. നിങ്ങളിവിടെ ഫെയിലിയർ എന്ന് പറയുമ്പോഴും അത് അപ്പുറത്തൊരു വിജയം തന്നെയാണ്. ഓക്കെ, ഇത് ചലഞ്ച് അല്ല, കഴപ്പ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന മിസ്റ്റർ ബേസിൽ പോലുള്ള ആളുകളുടെ വീഡിയോസ് ഒന്നും കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ചില തെറ്റിദ്ധാരണകളാണ് ഈ പറയുന്ന പോലെ കഴപ്പ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ പറയുന്നത്. ആൻഡ് ഈ കഴപ്പിനെ ഒരു കണ്ടന്റ് ആക്കി നിങ്ങളിലേക്ക് എത്തിച്ച് ഇത്രയും നാളും കമന്റ് ബോക്സ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക്. കാര്യം മുമ്പുള്ളായിരുന്ന ആ ഒരു സഞ്ജു ടെക്കി ആ ഒരു എന്താ പറയുക ഫുൾ പവറിൽ തിരിച്ചു വന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ കമന്റ്സ് ഇട്ട് ഒരു 95% കമന്റ്സും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അത് ആ ഒരാളുടെ കണ്ടന്റ് ക്രിയേഷൻ ആണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് സഞ്ജു ടെക്കിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മീൻസ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് ചെയ്തൊരു സാധനമാണെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയോടും ഈ പറയുന്ന മീഡിയാസിന്റെ അടുത്തും കാണിച്ചിരിക്കുന്ന ഒരു സത്യം പറഞ്ഞ ഒരു സ്വീറ്റ് റിവെഞ്ച് കൂടിയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കാർ ഓടിക്കാൻ പറ്റില്ല, വീട്ടിൽ ഇത്രയും വില കൂടിയ കാറുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്, ലൈസൻസ് ഉണ്ട്, ബട്ട് നമുക്കത് ഓടിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു തെറ്റ് കാരണമാണെങ്കിൽ അത് ഓടിക്കാൻ പറ്റില്ല. അവിടെ എന്താ പറയുക നടന്ന് ഈ പറഞ്ഞ റിവെഞ്ച് കാര്യങ്ങളൊക്കെ തീർത്തേക്കാണ്. ബസ്സിൽ പോയിക്കൂടെ എന്നൊക്കെ പല ആൾക്കാരും തോന്നുന്നുണ്ട്. ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ കണ്ടന്റ് കിട്ടൂലടി. ഓക്കെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രതിഷേധം നമ്മുടെ നാട്ടിലെ ഈ ഒരു സിസ്റ്റത്തോട് കാണിക്കുന്ന ഒരു പ്രതിഷേധം കൂടിയാണ് ഈ ഒരു വ്ലോഗ് എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കുറേ ആൾക്കാർ എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്സിലൂടെ കുറേ ആൾക്കാർ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇലക്ട്രിക് സൈക്കിൾ വാങ്ങിച്ച് ഓടിച്ചൊരു വീഡിയോ ചെയ്യും ബ്രോ, ഈ പറയുന്ന പോലെ
എടാ കയറി വന്നോടാ, പുറത്താരും തട്ടുന്നേ, കയറി വാടാ. ആ ഓക്കെ, അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഈ പറഞ്ഞ പ്രതിഷേധം എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു സാധനത്തെ ഞാൻ കുറച്ച് രീതിയിൽ മനസ്സിലാക്കുന്നത്. ബട്ട് കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ടും സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ്, നിങ്ങൾ ഈ പറയുന്ന പോലെ എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ സഞ്ജു ടെക്കി നിങ്ങളുടെ മുന്നിലാണെങ്കിൽ ഒരു അഹങ്കാരമായിട്ടൊരു വ്ളോഗർ തന്നെയാണ് ഇപ്പോഴും. അത് അയാളുടെ ഒരു വീഡിയോയുടെ വേ ഓഫ് പ്രസന്റേഷൻ കണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നത്. സഞ്ജു ടെക്കി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരു അഹങ്കാരിയായിട്ടാണ് വരുന്നത്, പക്ഷേ എൻ്റെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ ഇങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഓരോ വ്ളോഗറിനെ ആണെങ്കിൽ ആ ഒരു പ്രസന്റേഷൻ സ്റ്റൈല് സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത്ര മാത്രമേ പറയുന്നുള്ളൂ.